പത്തനംതിട്ട ഗവി മീനാറിൽ യുവതിയെ കൊന്ന വെള്ളക്കെട്ടിൽ തള്ളി. കൊല്ലപ്പെട്ട 32-കാരി ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ടെന്നാണ് നിഗമനം. പ്രതി ചിറ്റാർ സ്വദേശി വിനോദ് കുമാറിനെ വണ്ടിപ്പെരിയാർ വള്ളക്കടവിൽ വെച്ച് പോലീസ് പിടികൂടി. ദിവസേന 4 കിലോമീറ്റർ നടന്നാണ് 32-കാരിയായ യുവതി അംഗനവാടിയിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. അംഗനവാടിയിലെ ഹെൽപ്പറായി ജോലി ചെയ്യുകയായിരുന്നു. രാവിലെയും ഇതുപോലെ തന്നെ അംഗനവാടിയിലേക്ക് ജോലിക്കായി പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആക്രമണം നടക്കുന്നത്. വിനോദ് കുമാർ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി എന്നാണ് പ്രാഥമികമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. യുവതി അംഗനവാടിയിലേക്ക് പോവുകയും പിന്നീട് യുവതിയെ കാണാതാവുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ യുവതിയുടെ മൃതദേഹം ഇന്ന് രാവിലെ കണ്ടെത്തിയത്. മൃതദേഹം കണ്ടെത്തുന്ന സമയത്ത് അർദ്ധനഗ്നയായിരുന്നു, വസ്ത്രങ്ങളില്ലായിരുന്നു ശരീരത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ബലാത്സംഗം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഉന്നയിച്ചത്. എന്തായാലും പ്രതിയെ വള്ളക്കടവ് നിന്നും വണ്ടിപ്പെരിയാർ പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. വണ്ടിപ്പെരിയാർ പോലീസും അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയും ചേർന്ന് വിശദമായി ചോദ്യം ചെയ്തിട്ടുണ്ട്. പ്രതി കൊലപാതകം നടത്തിയെന്ന് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. 42 years ഏജ് ആണ്. അയാൾ പെരുന്നാട് സ്റ്റേഷൻ ലിമിറ്റിലുള്ള ആളാണ്. അപ്പോൾ അയാൾ നമ്മൾ ചോദ്യം ചെയ്ത് അപ്പോൾ അയാൾ കുറ്റഞ്ചെരിയായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. അതെ, പ്രതിക്ക് നേരത്തെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. അതിൽ നേരത്തെ ശിക്ഷ അനുഭവിച്ച ആളാണ്, പിന്നെ പുറത്തിറങ്ങിയ ആളാണ്. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ നടത്തേണ്ടിയിരിക്കുന്നത്. ഒപ്പം ഈ പ്രതിയെ വണ്ടിപ്പെരിയാറിൽ നിന്നും പത്തനംതിട്ടയിൽ എത്തിച്ച് കൂടുതൽ വിശദമായി അന്വേഷണം ആരംഭിക്കുന്നതായിരിക്കും.